ഹലോ എവരി വൺ. കഴിഞ്ഞ ദിവസം നടന്ന LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. GK പാർട്ട് 80 ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്തത് പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ദാദാഭായിയായി ബന്ധമില്ലാത്തത്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, അത് ദാദാഭായി ആണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം, അതും ദാദാഭായിയുടേതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ, അത് AO ഹൂമാണ്. അന്നേരം അത് തെറ്റാണ്. അടുത്തത്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു, അതും ശരിയാണ്. അന്നേരം ആൻസർ B ആണ് ശരി. 1, 2, 4 ശരി. നെക്സ്റ്റ്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഈ സെന്റൻസ് ആരുടേതാണ്? അത് ബാലഗംഗാധര തിലകിൻ്റെതാണ്. ആരുടേതാണ്? ബാലഗംഗാധര തിലകിൻ്റെതാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഏതൊക്കെയാണ്? പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം. കർഷകരുടെ ദുരിതങ്ങൾ, ഇത് കാരണമാണ്. കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, അതും കാരണമാണ്. രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, അതും, അതായത് മക്കളെ ദത്തെടുക്കാൻ പറ്റാത്തത്, അതും പ്രശ്നമാണ്. ശിപായിമാരുടെ ദുരിതങ്ങൾ, അതും ഒരു പ്രശ്നമാണ്. അന്നേരം ഇവയെല്ലാം ശരിയാണ്. നെക്സ്റ്റ്, കിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? റിപ്പീറ്റ് ആണ്, അരുണ ആസിഫ് അലി. നെക്സ്റ്റ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? സൂര്യാസൻ ആണ്. ആരാണ്? സൂര്യാസൻ ആണ്. 1930 സൂര്യാസൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മലബാർ കലാപവുമായി ബന്ധമുള്ളത് മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു, അത് ശരിയാണ്. നെക്സ്റ്റ്, മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേന കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു, ഇതും ശരിയാണ്. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു, അതും ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം, അതും ശരിയാണ്. അന്നേരം 1, 2, 3, 4 ശരി. നെക്സ്റ്റ്, കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. കുണ്ട്രവിളംബരം നടന്നത് 1809 1809 വേലുത്തമ്പിദളവ കുണ്ട്രവിളംബരം നടത്തിയത്. നെക്സ്റ്റ്, നിവർത്തന പ്രക്ഷോഭം 1932 മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയൽ. ഗുരുവായൂർ സത്യാഗ്രഹം 1931 അന്നേരം ആദ്യം നടന്നത് ഏതാണ്? കുണ്ട്രവിളംബരം. 2 മലയാളി മെമ്മോറിയൽ. 3 ഗുരുവായൂർ സത്യാഗ്രഹം. അന്നേരം 1, 2, 1, 3, 1, 3, 4, 2. 1, 3, 4, 2. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. അയ്യങ്കാളിയുടെ സംഘടന ഏതാണ്? സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളിയുടേത്. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് 1907 1907 സാധുജന സംഘം രൂപീകരിക്കുന്നത്. രണ്ടാമത്തത്, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ PRDS പ്രത്യക്ഷരക്ഷ ദൈവസഭ 1909 1909 സംഘടന രൂപീകരിക്കുന്നത്. നെക്സ്റ്റ്, വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. നെക്സ്റ്റ്, വൈകുണ്ഠസ്വാമികൾ ഏതാണ്? സമത്വ സമാജം 1836 സ്ഥാപിച്ചു. അന്നേരം 1 അയ്യങ്കാളി, സാധു SJPS, രണ്ടാമത്തത് പ്രത്യക്ഷരക്ഷാ ദൈവസഭ, 3 വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം, 4 വൈകുണ്ഠസ്വാമികൾ. കറക്റ്റ് ആണല്ലോ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി. ദർശനമാല ശ്രീനാരായണ ഗുരു ആണ്. വേദാധികാര നിരൂപണമാണ് ഇതിനകത്ത്. വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമികളുടേത്. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? സഞ്ചാര സ്വാതന്ത്ര്യം, അത് ശരിയാണ്. TK മാധവൻ നേതൃത്വം നൽകി, അതും ശരിയാണ്. AKG വോളണ്ടിയർ ക്യാപ്റ്റൻ, അത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയാണ്. നെക്സ്റ്റ്, മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു, അതും ശരിയാണ്. അന്നേരം 1, 2, 4. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 ജനുവരി 26. നെക്സ്റ്റ്, 6 മുതൽ 14 വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 2002 നമുക്കറിയാം, 86ാം അമെൻമെന്റിലൂടെയാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകൾ ഏതാണ്? 4A. മൗലിക കടമകൾ 4A. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ റിപ്പീറ്റ് ആണ് സ്വത്തവകാശം.
പെടാത്തത്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ബ്രിട്ടൻ. അതും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ചീഫ് ജസ്റ്റിസ് ആരാണ്? വൈ ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡാണ്. നെക്സ്റ്റ്, നിലവിലെ ലോക്സഭ സ്പീക്കർ രണ്ടാമത്തെ വനിതയാണ് ഓം ബിർള. മീരാകുമാറാണ് ആദ്യത്തത്, രണ്ടാമത്തത് ഓം ബിർള. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്നു. അത് ശരിയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിൽ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം. അത് തെറ്റാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അത് അദ്ദേഹത്തിന്റെ ബുക്കാണ്. 52 അസമിലെ ഗവർണറായി. അന്നേരം 1ഉം 3ഉം എയും സിയുമാണ് ശരി. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ 61 വരെ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശമാണ് ഏത്? ഗോവയാണ്. ഏതാണ്? ഗോവയാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി വിക്രം സാരാഭായ് ആണ്. നെക്സ്റ്റ്, ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ എന്ന് കേൾക്കുമ്പോൾ അറിയാം റഷ്യയാണ്. ബൊക്കാറോ റഷ്യ. ജാർഖണ്ഡ് റഷ്യയിലാണ്. ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത്. സഹായിച്ചത് റഷ്യയാണ്. നെക്സ്റ്റ്, 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് സുസ്ഥിര വികസനം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഗവേൺസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ. സഞ്ജയ നമുക്കറിയാം ഉടമസ്ഥാവകാശം, കെട്ടിട വയസ്സ്, കെട്ടിട നികുതി, അതായത് മുകളിൽ പറഞ്ഞവ എല്ലാം. നെക്സ്റ്റ്, 24 റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ചു. ഏതാണ്? സേഫ് കേരളയാണ്. ഏതാണ്? സേഫ് കേരള. നെക്സ്റ്റ്, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഓക്കെ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി, അതായത് അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. ഇതിൽ നർമ്മദയും താപ്തിയുമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. അന്നേരം 2 മാത്രം. നെക്സ്റ്റ്, ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വീരമുത്തുവേലാണ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? നീർവാർച്ചയുള്ള മണ്ണാണ്. ഏതാണ്? നീർവാർച്ചയുള്ള മണ്ണാണ് ആവശ്യം. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആന്ധ്ര. അതറിയാം, ആന്ധ്രയാണ് ഉൾപ്പെടാത്തത്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? അതും റിപ്പീറ്റ് ആണ്. 8 ഡിഗ്രി 4 വടക്കും 37 ഡിഗ്രി 6 വടക്കും. നെക്സ്റ്റ്, ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മാനസരോവർ, അത് തെറ്റാണ്. അറബിക്കടലിൽ പതിക്കുന്നു, അതും തെറ്റാണ്. 2900 കിലോമീറ്റർ, അതും തെറ്റാണ്. ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്, അതാണ് ശരി. നെക്സ്റ്റ്, വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷി രീതി ഫെർട്ടിഗേഷൻ. ഏതാണ്? ഫെർട്ടിഗേഷൻ. അടുത്തത്, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. അതാണ് തെറ്റ്. ബി തെറ്റാണ്. നെക്സ്റ്റ്, 23ലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമാണ്? ചെറുധാന്യ വർഷം. ഏതാണ്? ചെറുധാന്യ വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. 2024 ഒട്ടക വർഷം. 2024 ഒട്ടക വർഷമാണ്. നെക്സ്റ്റ്, പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഇവയെല്ലാം എന്താണ്? പോഷക നദിയാണ്. ഇവയെല്ലാം പോഷക നദികളാണ്. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. നെയ്യാറ് തിരുവനന്തപുരത്ത്, ശെന്തുരുണി കൊല്ലം, കരിമ്പുഴ മലപ്പുറം, കൊട്ടിയൂർ കണ്ണൂർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ കാറ്ററിൻ കാരിക്കോ, ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള mRNA വാക്സിൻ കണ്ടുപിടിച്ചതിനാണ്? ഏതാണ്? mRNA വാക്സിൻ. ഇരവികുളം ദേശീയോദ്യാനം നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. തെറ്റാണ് ചോദിക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. വരയാടുകളുടെ സംരക്ഷണം 78 നിലവിൽ വന്നു. തേക്കടി വന്യജീവി. തേക്കടി അല്ല. 4 മാത്രമാണ്